പൗരത്വ ഭേദഗതിയിൽ നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ. സുപ്രീംകോടതിയെ സമീപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചുവെന്ന് മന്ത്രി പി രാജീവ്. തുടർ നടപടികൾക്കായി അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അടിയന്തരമായി നിയമ നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. ഇന്ന് മന്ത്രിസഭ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച സ്യൂട്ട് ഫയൽ ചെയ്തിരുന്നു. ഇപ്പോൾ അത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടി മുൻനിർത്തിക്കൊണ്ട് അടിയന്തരമായി ഇത് റദ്ദാക്കേണ്ടതുണ്ട് എന്ന ആവശ്യം സുപ്രീം കോടതിയുടെ മുൻപിൽ വയ്ക്കാൻ, നേരത്തെ ഇത് നടപ്പിലാക്കില്ല എന്ന് കേരളം എടുത്ത നിലപാടിനനുസൃതമായി അക്കാര്യം അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട്. അദ്ദേഹം മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് സീനിയർ കൌൺസിലൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ സുപ്രീം കോടതിയിൽ നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള കാര്യം തുടർച്ചയിൽ ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി രാജ്ഭവന് മുന്നിൽ UDFന്റെ ധർണയ്ക്ക് തുടക്കമായി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ CPIM-മായി യോജിച്ച സമരത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തു. ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം, ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ, നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല? ഉത്തരം പറയണം. നിങ്ങൾ ആരുടെ കൂടെയാണ്? വിജ്ഞാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയും സുപ്രീം കോടതിയെ സമീപിക്കും. ഷഫീദ് റാവുത്തറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ, സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ ഇതിലൊരു ഹർജി ഫയൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തുടർ നടപടികൾ അതിലേക്കാണ് സംസ്ഥാന സർക്കാർ കടക്കുക എന്ന് നേരത്തെ തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു. അതിലിപ്പോൾ തീരുമാനമായിരിക്കുന്നു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം? ഈ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. മാത്രവുമല്ല, തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14-ന്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമം എന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഇപ്പോൾ ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം വീണ്ടും സുപ്രീം കോടതിയിൽ വിഷയം ചർച്ചയാക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമെന്നുള്ളതും ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. അതായത് നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഹർജി, ആ ഹർജി മറ്റൊരു ഹർജി വീണ്ടും നൽകണമോ, അതല്ലെങ്കിൽ ആ ഹർജിയിന്മേൽ വീണ്ടും ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ നൽകണമെന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമെടുത്തിട്ടില്ല. അത് തീരുമാനിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ന് മന്ത്രി പി രാജീവ് അടക്കം പറഞ്ഞത് നിയമം ഭരണഘടനാ വിരുദ്ധമാണ്, കേരളത്തിൽ നടപ്പാക്കില്ലെന്ന നിയമസഭ തന്നെ തീരുമാനിച്ചതാണ് എന്നുള്ള കാര്യവും കൂടി വ്യക്തമാക്കുന്നുണ്ട്. സ്മിത, ശരി. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.